നോയമ്പ് തുറക്കാൻ ഇന്ന് നമുക്ക് ലുക്കിമത്താണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്കിന്ന് അപ്പം ഉണ്ട്, മുട്ടക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോയമ്പ് തുറ അടിപൊളിയായിരിക്കും. നോയമ്പ് തുറന്ന ഉടനെ നമ്മൾ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിയാ സീഡ് വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ മാവ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഷേപ്പൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ പാത്രത്തിൽ ഇട്ടത് കൊണ്ടാണ്. റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ശരിയാവത്തില്ല. കുറച്ചും കൂടി പരന്ന പാത്രമാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കുറേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പണ്ടൊക്കെ നാട്ടിൽ ആണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നോയമ്പ് തുറക്കുമ്പം ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ ഉള്ളത്, ഈത്തപ്പഴം കാണും, പിന്നെ പഴംപൊരി കാണും, നാരങ്ങ വെള്ളം, പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് മെയിൻ കോഴ്സായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന ചോറോ കറിയോ ദോശയോ അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ നല്ല അടിപൊളി സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. കാരണം യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടോ. അതിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ വാപ്പച്ചിയാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ആൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതാണ്. ബിരിയാണി, മജ്ബൂസ്, പിന്നെ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്കിമത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈത്തപ്പഴ സിറപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വൈറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.